പ്രധാനമന്ത്രിക്കെതിരായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച നോട്ടീസിന് മറുപടി നൽകി കോൺഗ്രസ്. മറുപടി നൽകാൻ വെറും 24 മണിക്കൂർ മാത്രം അനുവദിച്ചത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്. വ്യക്തമായ മറുപടി സമർപ്പിക്കാൻ ഒരാഴ്ച കൂടി സമയം ആവശ്യമെന്ന് കോൺഗ്രസ്. ബിജെപി നേതാക്കളുടെ ചട്ടലംഘനങ്ങൾ കമ്മീഷൻ കണ്ടില്ലെന്ന് നടിച്ചെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, എന്ത് മറുപടിയാണ് നിലവിലിപ്പോൾ കമ്മീഷന് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്? അമൃത, പ്രധാനമന്ത്രിക്കെതിരായ കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രസ്താവനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു. ഈ നോട്ടീസിൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. എന്തായാലും വലിയ വിമർശനമാണ് ഈ മറുപടിയിൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ നോട്ടീസ് നൽകിയത് വളരെയധികം തിടുക്കത്തിലാണ്. മറുപടി നൽകാൻ അനുവദിച്ചത് വെറും 24 മണിക്കൂർ മാത്രമാണ്. ഇത് സ്വാഭാവിക നീതിയുടെ ലംഘനമെന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വിശദമായ മറുപടി നൽകാൻ ഒരാഴ്ചത്തെ സമയം ആവശ്യമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിശദമായ മറുപടി നൽകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ചില വ്യക്തത വരുത്തുന്നതും കോൺഗ്രസ് നടത്തി. കാരണം നേരത്തെ തന്നെ ഈ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ ഈ പ്രസ്താവന വ്യക്തമാക്കിയിരുന്നു. കാരണം നരേന്ദ്രമോദി ഒരു തീവ്രവാദി എന്ന് താൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നതെന്നാണ് ഖാർഗെ അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു ചിന്ത പോലും ഇല്ലാതെ ഒരു നോട്ടീസ് അയക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയതടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഈ മറുപടിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇതുകൂടാതെ തന്നെ പ്രധാനമന്ത്രിക്കെതിരെയും ആഭ്യന്തരമന്ത്രിക്കെതിരെയും പ്രതിപക്ഷ പാർട്ടികൾ നിരവധി പരാതികൾ നൽകി. അതിലൊന്നും യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നതിൽ അടക്കമുള്ള വിമർശനങ്ങളും ഇപ്പോൾ ഈ മറുപടിയിൽ ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ നടപടിയെടുക്കും. ഇത്തരത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ഒരു മറുപടി നൽകി ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷനെതിരെ മറുപടി എടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഇത്തരം ഭീഷണിയെ ശക്തമായി തന്നെ എതിർക്കുന്നുവെന്നും ഇപ്പോൾ കോൺഗ്രസ് ഈ മറുപടിയിൽ വ്യക്തമാക്കുകയാണ്. കോൺഗ്രസിന് വേണ്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സ്വീകരിക്കുമോ അല്ലെങ്കിൽ ഇത് തള്ളി കോൺഗ്രസ് ഖാർഗെക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. തൃപ്തികരമല്ലെങ്കിൽ നടപടികളിലേക്ക് കടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നതിനും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയെ ഇത്തരത്തിൽ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് മറുപടി നൽകിയിരിക്കുന്നത്. അമൃത, വിവരങ്ങളാണ് PR അരവിന്ദ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.